ആകാശവാണി. നമസ്കാരം. പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. 2-15 വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 46.02% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മൂലം പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും ഇവ ഉടൻ തന്നെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിൽ 44.66% പേരും ആറ്റിങ്ങലിൽ 47.23% പേരും വോട്ട് രേഖപ്പെടുത്തി. കൊല്ലത്ത് 44.72%, പത്തനംതിട്ടയിൽ 44.96%, മാവേലിക്കരയിൽ 45.2%, ആലപ്പുഴയിൽ 48.34% പോളിംഗ് നിരക്ക്. കോട്ടയത്ത് 45.42% വോട്ടർമാരും ഇടുക്കിയിൽ 45.17% പേരും വോട്ട് ചെയ്തു. എറണാകുളത്ത് 45.18%, ചാലക്കുടിയിൽ 47.93%, തൃശൂരിൽ 46.88% വോട്ടിംഗ് നിരക്ക്. മലപ്പുറത്ത് 44.29%, പൊന്നാനിയിൽ 41.53%, പാലക്കാട് 47.88%, ആലത്തൂരിൽ 46.43% പേരും വോട്ട് ചെയ്യാനെത്തി. കോഴിക്കോട് 45.92%, വടകരയിൽ 45.73%, കണ്ണൂരിൽ 48.35% പോളിംഗ് നിരക്ക്. വയനാട്ടിൽ 47.28% വോട്ടർമാരും കാസർഗോഡ് 47.39% പേരും 2-15 വരെയുള്ള കണക്ക് പ്രകാരം വോട്ട് രേഖപ്പെടുത്തി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. പൊന്നാനി മണ്ഡലത്തിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. സംസ്ഥാനത്ത് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ നീളും. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ മുതൽ തന്നെ ദൃശ്യമാണ്. 25,000-ലേറെ പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ബൂത്തുകളിൽ വെയിലും മഴയും ഏൽക്കാതെ വരി നിൽക്കുന്നതിനുള്ള സംവിധാനം, കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൌരന്മാർക്കും പ്രത്യേക ക്യൂ സൌകര്യവും ബൂത്തുകളിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായ ഇടുക്കിയിൽ മികച്ച പോളിംഗ് തുടരുകയാണ്. തത്സമയ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. രതീഷ്, ഇടുക്കിയിൽ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ആദിവാസി തോട്ടം മേഖലകളിൽ മികച്ച പ്രതികരണമാണോ ലഭിക്കുന്നത്? അരവിന്ദ്, രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ തന്നെ ഇടുക്കിയിലെ മിക്ക ബൂത്തുകളിലും വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. അതിലെടുത്ത് പറയേണ്ടത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തിങ്ങി പാർക്കുന്ന ഇടങ്ങളിൽ, അതുപോലെ തോട്ടം മേഖലയിലും ഉൾപ്പെടെയുള്ള ബൂത്തുകളിലെ ക്യൂ ആണ്. നമുക്കറിയാം, മൂന്നാർ, അതുപോലെ നെടുങ്കണ്ടം, ഉടുമ്പൻചോല, കുമളി, പീരുമേട് തുടങ്ങിയ തോട്ടം മേഖലകളിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പോളിംഗ് ആണ് രാവിലെ നടന്നത്. തോട്ട തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ലയങ്ങൾക്ക് സമീപമുള്ള സ്കൂളുകളിലെത്തി വളരെ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏക ഗോത്രവർഗ പഞ്ചായത്ത് ഇടമലക്കുടിയിൽ കനത്ത പോളിംഗ് രാവിലെ തന്നെ തുടങ്ങി എന്നുള്ളതാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്ന രീതിയിൽ വരുന്ന റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മണ്ഡലത്തിലെ 17 നമ്പർ ബൂത്തിൽ ഒരു ചിഹ്നത്തിൽ ചെയ്ത വോട്ട് മറ്റൊരു ചിഹ്നത്തിൽ പതിയുന്നു എന്ന വോട്ടറുടെ പരാതിയെ തുടർന്ന് നടത്തിയ ടെസ്റ്റ് വോട്ടിൽ പരാതി ശരിയല്ലെന്ന് ബോധ്യമായിട്ടുണ്ട്. തെറ്റായ പരാതി ഉന്നയിച്ച വോട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 30-ാം ബൂത്തിൽ 4 വോട്ട് ചലഞ്ച് ചെയ്തു. CPIM-ഉം കോൺഗ്രസുമാണ് വോട്ട് ചലഞ്ച് ചെയ്തത്. ഫ്ളാറ്റിൽ താമസിക്കാത്തവർ വോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ചാണ് വോട്ട് ചലഞ്ച് ചെയ്തത്. സംഭവസ്ഥലത്ത് ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. മലബാർ മേഖലയിലെ ശ്രദ്ധേയ മണ്ഡലങ്ങളായ മലപ്പുറത്തും പൊന്നാനിയിലും വോട്ടെടുപ്പ് സുഗമമായി തുടരുകയാണ്. ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. സുരേഷ്, ജില്ലയിൽ മികച്ച പ്രതികരണമാണോ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? ബൂത്തുകളിൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അരവിന്ദ്, മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രതിഫലനം എന്നോണം മികച്ച രീതിയിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് നമുക്കറിയാം, വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ശേഷം വീണ്ടും പോളിംഗ് ശക്തമായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് 2 ഇടങ്ങളിലും പൊന്നാനിയിലും മലപ്പുറത്തും 50% പോളിംഗ് എത്തുന്നു എന്ന് വേണം കണക്കുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഇവിടെ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് തിരുവങ്ങാടി, തിരൂർ കേന്ദ്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പോളിംഗ് നടന്നു വരികയാണ്. കർണാടക, രാജസ്ഥാൻ തുടങ്ങി 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 88 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 16 കോടിയോളം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 1202 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കേരളത്തിന് പുറമെ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 11 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായി പുരോഗമിക്കുന്നു. കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ 1 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 38.23% പേർ വോട്ട് രേഖപ്പെടുത്തി. 13 മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്ന രാജസ്ഥാനിൽ 40.39% ഇതുവരെയുള്ള പോളിംഗ്. പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. ഇനി വാർത്താ പ്രക്ഷേപണം 4:45-ന്.